എല്ലാവരും എന്തെടുക്കുവാണോ? എല്ലാവരും ഇന്ന് വെയിലൊക്കെ തെളിഞ്ഞുകൊണ്ട് തുണിയലക്കും ബഹളമൊക്കെ ആയിരിക്കും നാട്ടിലുള്ളവരെ. വെളിയിലുള്ളവരൊക്കെ ജോലിക്ക് പോയി കാണും. എന്നാൽ ഞാൻ ഓർത്തെന്നാൽ സമയം എത്ര ആയില്ലേ, ഞാനങ്ങ് ചോറുണ്ടിട്ട് അങ്ങ് പോയേക്കാമെങ്കിൽ കുഴപ്പമില്ല. ബാക്കി ചേട്ടൻ വിളമ്പി വെച്ച് അടച്ചു വെച്ചിട്ട് പോയാൽ മതിയല്ലോ. എന്നാൽ എനിക്കുള്ള ചോറ് കഴിച്ചിട്ട് അങ്ങ് പോയേക്കെന്ന് വെച്ചാൽ നമുക്ക് ചോറ് എടുക്കാവേ. ചോറ് ഇന്ന് നമ്മൾ സാമ്പാർ വെച്ചാൽ തല്ലിക്കൂട്ടിയ സാമ്പാർ. തല്ലിക്കൂട്ടി സാമ്പാർ വെച്ചാൽ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറുതായിട്ട് ഒരു കിഴങ്ങും സവോളയും എടുത്ത്, പിന്നെ നമ്മുടെ രണ്ട് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ചെറിയ വഴുതനങ്ങ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ടുകൊണ്ട് എൻ്റെ കപ്പളങ്ങ അതെല്ലാം കൂടി ഇട്ടാണ് ഞാൻ സാമ്പാർ വെച്ചിരുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇവിടെ സാമ്പാർ. ഞാൻ കൊച്ചു നല്ലോണം കൂട്ടും സാമ്പാർ. 5-6 കൂർത്ത ഇവിടെ കിടന്നു. അതിൻ്റെ കൂടെ ഞാനൊരു 5-8 ചക്കക്കുരും കൂടി ഇട്ടു. കൂർത്തയും ചക്കക്കുരും കൂടി മെഴുക്ക് വരട്ടി വെച്ചു. ഇതാണ് ഇന്നത്തെ മെഴുക്ക് വരട്ടി. കൂർത്തയും ചക്കക്കുരും കൂടി മെഴുക്ക് വരട്ടി വെച്ചു. സാമ്പാറിന് മോര്, പച്ചമോര് കണ്ടോ. മാങ്ങ ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നത് കുറച്ച് എടുത്ത് അച്ചാറിടുന്നത് തന്നെ. അത് മാങ്ങ അച്ചാർ ഇട്ടു. പപ്പടം ഇന്ന് ഒഴിവാക്കി. എല്ലാവരും പപ്പടം കൂട്ടുന്നതിനും കൂട്ടല്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, എല്ലാവരും ഇതിനകത്തൂടെ അതായത് കമൻ്റ് ഇട്ടും എല്ലാം ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ വീട് കാണിക്കാൻ നമ്മളതിന് പറയുന്നത് ഹോം ടൂർ. അത് കാണിക്കാൻ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. കൂടുതലും പേർക്ക് എൻ്റെ നാട്ടിലുള്ളവർക്കും ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചെടുത്ത് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് വീടില്ലെന്ന്. അങ്ങനെ ഞങ്ങളുടെ വീടാന്ന് പറഞ്ഞാൽ എനിക്ക് വാടക വീട് കാണിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് വീടില്ല. ഒരു വീട് ഞങ്ങൾ വെക്കും, അതിന് താമസിക്കാതെ. അതുവരെ ഞങ്ങളിങ്ങനെ വാടക വീട്ടിൽ കിടക്കും. വാടക വീട് എൻ്റെ വീടാന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ആരെയും വീട്, പിന്നെ അതിൻ്റെ ഒക്കെയാണ് ഈ വീടെല്ലാം അപ്പോഴും പോയി കിടക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് 5 വർഷമായി. അന്നേരം എപ്പോഴും വീട് നമുക്ക് പുതുക്കി നന്നാക്കാൻ പറ്റുമോ? എന്നും പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? പെയിൻ്റ് അടിച്ചു. മക്കളുടെ കല്യാണത്തിന് ഞാൻ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയായിരുന്നു, എല്ലാം നല്ല വീടായിരുന്നു. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം ആകാൻ പോകുന്നു. എല്ലാം കൂടെ ആകുമ്പോൾ നടക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യത്തിൽ എന്നോടൊരു ഇത് കാണിക്കണം, വീട് കാണിക്കാൻ. ഞാൻ വീട് കാണിക്കും. കാരണം വീടൊക്കെ വെച്ചാൽ ഞാൻ എല്ലാവരെയും കയറി താമസത്തിന് വിളിക്കും. പിന്നെ എന്നോട് പറഞ്ഞു ചോറ് കൈ പിടിച്ചോണ്ട് വർത്താനം പറയല്ലേന്ന്. ചോറ് കൈ പിടിച്ചോണ്ടല്ലേ വർത്താനം പറയാൻ പറ്റുള്ളൂ. ചോറ് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി നമ്മളെ ചോറിന് മുന്നിൽ നിന്ന് സംസാരിക്കാറില്ലേ. നമ്മുടെ വായിൽ നിന്ന് ഒരു തുപ്പലും വീഴത്തില്ല ചോറിനകത്ത്. അത് എൻ്റെ കാര്യം എനിക്കറിയാം, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ചെറുക്കൻ ഭയങ്കര ബഹളമാണ്. വാവിൻ്റെ അന്ന് വരെ അവനോട് നോയമ്പെടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ വാവ് കഴിഞ്ഞ് അവന് മീൻ മേടിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ 2 ദിവസം കഴിയിട്ട് മേടിച്ച് തരാം. അന്നേരം അവൻ 2 ദിവസം ചൂണ്ടയിട്ട് 2-3 കള്ളമുട്ടിയും 2 വരാലിനെ പിടിച്ചിട്ടിട്ടുണ്ട്. അത് കറി വെച്ച് നാളെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അച്ഛനും മക്കൾക്കും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരല്ലേ മീൻ കൂട്ടാതെ നിൽക്കുമോ? അവർക്ക് മീൻ കൊടുക്കും. ഞാൻ മീൻ കൂട്ടുന്നില്ലെന്ന് വിചാരിക്കും. എന്തായാലും വെക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് സാമ്പാർ, മെഴുക്ക് പുരട്ടി, മാങ്ങാച്ചാറ്, പച്ചമോര് ഇന്നിങ്ങനെയൊക്കെ ഉള്ളു. ഇപ്പം സാധനത്തിൻ്റെയൊക്കെ വില അറിയാമല്ലോ. നമ്മുടെ ഉള്ളത് കൊണ്ടൊക്കെ കറി വെക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് എല്ലാവരും ഓടി വന്ന് ചോറുണ്ടാ, ഓടി വായോ.